Hello friends. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിലെ എനർജി ആൻഡ് മൊമെൻറ്റം ഇൻ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് എന്ന സെക്ഷനിൽ വരുന്ന എനർജി ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്. ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിൻ്റെ എനർജിയെ കുറിച്ചുള്ള കാര്യമാണ് നമ്മൾ ഈ സെഷനിൽ കാണാൻ പോകുന്നത്. ഓക്കെ, സോ നമുക്കറിയാം ഏതൊരു വേവും പ്രൊപ്പഗേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് എനർജി ട്രാൻസ്ഫർ ചെയ്യുന്നു. അതേപോലെ തന്നെയാണ് നമ്മൾ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് എന്ന് പറയുന്നത് വേവ് തന്നെയാണ്. സോ ഇലക്ട്രോമാഗ്നറ്റിക് വേവും എന്ത് ചെയ്യുന്നുണ്ട്? എനർജി ക്യാരി ചെയ്യുന്നുണ്ട്. ഈ ഇലക്ട്രോമാഗ്നറ്റിക് വേവിലുള്ള എനർജി എന്ന് പറയുന്നത് സ്റ്റോർ ചെയ്തിരിക്കുന്നത് അതിൻ്റെ കറസ്പോണ്ടിങ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്സിലാണ്. സോ ഇൻ ദ കേസ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് എനർജി ഈസ് സ്റ്റോർഡ് ഇൻ ബോത്ത് ഇൻ ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്സ്. പിന്നെ ഏതൊരു വേവിൻ്റെ എനർജിയുടെ എക്സ്പ്രഷൻസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കോമൺ ആയിട്ട് കാണുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ എനർജി എന്ന് പറയുന്നത് ആംപ്ലിറ്റ്യൂഡിൻ്റെ സ്ക്വയറിനോട് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഈ ഒരു സെക്ഷനിൽ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിലെ എനർജിയുടെ എക്സ്പ്രഷനും അതിൻ്റെ ആവറേജ് എനർജിയുടെ എക്സ്പ്രഷൻ, അതേപോലെ തന്നെ പോയിൻറ്റിംഗ് വെക്ടർ, അതിൻ്റെ ആവറേജ് വാല്യൂ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് എനർജി ക്യാരി ചെയ്യുന്നുണ്ട്. ആൻഡ് അതിൻ്റെ ഏതൊരു വേവ് ആണെങ്കിലും എനർജി എന്ന് പറയുന്നത് അതിൻ്റെ ആംപ്ലിറ്റ്യൂഡിനോട് പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഇൻ ദ കേസ് ഓഫ് വേവ്സിൻ്റെ കേസിൽ എനർജി എന്ന് പറയുന്നത് ആംപ്ലിറ്റ്യൂഡിനോട് പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിൻ്റെ കേസിലാണെങ്കിൽ എനർജി സ്റ്റോർ ചെയ്തിരിക്കുന്നത് കറസ്പോണ്ടിങ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്സിലായിരിക്കും. അപ്പോൾ നമ്മൾ ഓൾറെഡി എനർജി ഡെൻസിറ്റി, ദാറ്റ് ഈസ് എനർജി പെർ യൂണിറ്റ് വോളിയം, എനർജി സ്റ്റോർ പെർ യൂണിറ്റ് വോളിയം ഇൻ ദ കേസ് ഓഫ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്സ് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ്. In the case of electric field, energy density എന്ന് പറയുന്നത് half epsilon 0 E square ആണ്. And in the case of magnetic field, energy stored എന്ന് പറയുന്നത് B square by 2 mu 0 ആണ്. Energy density is equal to B square by 2 mu 0 ആണ്. So ഇവിടെ electric field സ്റ്റോർ ചെയ്ത എനർജി magnetic field സ്റ്റോർ ചെയ്ത എനർജി കിട്ടിക്കഴിഞ്ഞാൽ in the case of electromagnetic field it will be the sum of stored energies in electric and magnetic field. Then the total energy density of an electromagnetic wave will be the sum of energy densities in electric and magnetic fields. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിവിടെ കിട്ടിയ എക്സ്പ്രഷൻസ് നോക്കിയാൽ കാണാം. ഇലക്ട്രിക് ഫീൽഡിൽ ഹാഫ് എപ്സിലോൺ 0 E സ്ക്വയർ ആണ് സ്റ്റോർ ചെയ്ത എനർജി ഡെൻസിറ്റി എന്ന് പറയുന്നത്. മാഗ്നറ്റിക് ഫീൽഡിലാണ് B സ്ക്വയർ ബൈ 2 mu 0. Then the total energy density is equal to sum of energy stored in energy density of electric field and sum of energy density and that of magnetic field. That is half epsilon 0 E square plus B square by 2 mu 0. ഈ expressions നോക്കിക്കഴിഞ്ഞാൽ കാണാം this energy is proportional to the square of amplitudes E and B here, E and B. Okay, now നമ്മളൊരു ഇലക്ട്രോമാഗ്നറ്റിക് വേവ് വാക്വത്തിലൂടെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിൻ്റെ കണ്ടീഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ we can say that the contribution of both electric and magnetic fields will be equal. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ ഈ ഒരു സ്ലൈഡിലൂടെ നമുക്ക് ക്ലിയർ ആവുന്നത്. നമ്മൾ പഠിച്ചിട്ടുള്ള ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള റിലേഷൻ ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് തമ്മിലുള്ള ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള റിലേഷനാണ് B is equal to E by C. B is equal to E by C. B is the magnetic field, E is the electric field, C is the velocity with which the wave is propagating. In the case of electromagnetic wave in vacuum, it will be equal to C, velocity of light. Light is an electromagnetic wave. Okay. Now we are squaring this. Then B square is equal to E square by C square ആണ്. And we've already studied that 1 by C square is equal to mu 0 epsilon 0 or C is equal to 1 by root of mu 0 epsilon 0 നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൽ നിന്നും നമുക്ക് കിട്ടുന്ന റിലേഷൻ ആണ് C square is equal to 1 by mu 0 epsilon 0 and 1 by C square is equal to mu 0 epsilon 0. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ C സ്ക്വയറിന് പകരം ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമല്ലോ. mu 0 epsilon 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം 1 by C സ്ക്വയറിന് പകരം. സോ B സ്ക്വയർ is equal to mu 0 epsilon 0 into E square എന്നായി. B സ്ക്വയർ is equal to mu 0 epsilon 0 E square എന്നായി. നമ്മുടെ ഈ എക്സ്പ്രഷനിൽ B സ്ക്വയർ ഉണ്ട് അല്ലേ? ഈ B സ്ക്വയറിന് പകരം നമുക്ക് ഇത് കൊടുക്കാം mu 0 epsilon 0 E square എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതാണ് നമ്മൾ ഈ സ്റ്റെപ്പിൽ ചെയ്തിട്ടുള്ളത്. U is equal to half epsilon 0 E square already ഉണ്ട്. That is the contribution due by the electric field. ഇവിടെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ എക്സ്പ്രഷൻ നമ്മൾ ഇങ്ങനെ മാറ്റി എഴുതിയിട്ടുണ്ട്. അപ്പോൾ B സ്ക്വയറിന് പകരം mu 0 epsilon 0 E square by
2 mu 0 ആയി. ശ്രദ്ധിക്കാം, mu 0യും ക്യാൻസൽ ചെയ്യാം അല്ലേ. അപ്പോൾ ഹാഫ് എപ്സിലോൺ 0 E സ്ക്വയർ ആണ് എനർജി ഡെൻസിറ്റി ഡ്യൂ ടു ഇലക്ട്രിക് ഫീൽഡ്. ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് കൊണ്ട് എന്താണ് mu 0 ക്യാൻസൽ ആയാൽ ഹാഫ് എപ്സിലോൺ 0 E സ്ക്വയർ തന്നെയല്ലേ. സോ അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് കോൺട്രിബ്യൂഷൻസ് ഈക്വൽ ആണെന്ന് പറയുന്നത്. ഇത് രണ്ട് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക സെയിം ആണ്, എപ്സിലോൺ 0 സ്ക്വയർ ബൈ 2 പ്ലസ് എപ്സിലോൺ 0 സ്ക്വയർ ബൈ 2. Then the total energy density is U is equal to epsilon 0 E square എന്നായിട്ട് മാറും. So this is the total energy density in the case of an electromagnetic wave. Okay. Now നമുക്കറിയാം ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും നമ്മൾ വേവ്സിനെ നമ്മൾ ജനറലി ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് ദാറ്റ് ഇസ് എസ്പെഷ്യലി സൈനസോയ്ഡൽ വേവ്സ് ആയിട്ടാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാറ്. സൈനസോയ്ഡൽ വേവ്സിന് നമ്മൾ റെപ്രസെൻറ്റേഷൻ ഈതർ ബൈ സൈൻ ഓർ ബൈ കൊസൈൻ. അപ്പോൾ നമുക്കറിയാം സപ്പോസ് വൈ ആണ് നമ്മൾ വേവായിട്ട് പറയുന്നത്, വൈ ഇസ് ഈക്വൽ ടു എ കോസ് കെ എക്സ് മൈനസ് ഒമേഗ ടി എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതേപോലെ നമ്മൾ ഇലക്ട്രിക് ഫീൽഡ്, ഇവിടെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ അല്ലേ വരുന്നത്, ഇലക്ട്രിക് ഫീൽഡ് ഒരു സൈനസോയ്ഡൽ ഫംഗ്ഷനാണ്. സോ ആ സൈനസോയ്ഡൽ ഫംഗ്ഷൻ്റെ ഫോമിൽ നമ്മൾ ഇത് എഴുതിയതാണ് യു ഇസ് ഈക്വൽ ടു എപ്സിലോൺ 0 E സ്ക്വയർ. ദാറ്റ് ഇസ് ഫ്രം ഹിയർ ഇൻസ്റ്റെഡ് ഓഫ് ഇ വി ആർ സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് E0 സ്ക്വയർ കോസ് സ്ക്വയർ കെ സെഡ് മൈനസ് ഒമേഗ ടി പ്ലസ് ഡെൽറ്റ, വിച്ച് ഈസ് ദി a wave propagating in z direction with angular frequency or angular velocity omega and initial phase delta. So epsilon 0 E0 square cos square kz minus omega t plus delta, which will be the total energy density of an electromagnetic wave. Okay. Now നമ്മൾ ഇത് നമ്മുടെ പോയിന്റിംഗ് വെക്ടറുമായിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യേണ്ട കാര്യമുണ്ട്. അപ്പോൾ നമുക്ക് പോയിന്റിംഗ് വെക്ടറിലേക്ക് എത്തുന്നതിന് മുമ്പ് നമ്മൾ ഈ എനർജി ഡെൻസിറ്റിയുടെ കേസിൽ വാട്ട് ഈസ് ദ ടോട്ടൽ എനർജി, ദിസ് ഇസ് ദ എനർജി ഡെൻസിറ്റി, എനർജി സ്റ്റോർഡ് പെർ യൂണിറ്റ് വോള്യൂം അല്ലേ. അപ്പോൾ നമുക്ക് ടോട്ടൽ എനർജി കിട്ടണമെങ്കിൽ ദിസ് ഇസ് ദ എനർജി ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എനർജി സ്റ്റോർഡ് പെർ യൂണിറ്റ് വോള്യൂം ആണ് ഇൻ ദ കേസ് ഓഫ് ആൻ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്. ദെൻ വാട്ട് ഈസ് ദ ടോട്ടൽ എനർജി അസോസിയേറ്റഡ് വിത്ത് ദാറ്റ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്. ടോട്ടൽ എനർജി കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ എനർജി ഡെൻസിറ്റിനെ വോള്യൂം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, വി ആർ കൺസിഡറിങ് എ സിലിണ്ടർ. ഒരു സിലിണ്ടർ നമ്മൾ കൺസിഡർ ചെയ്യാണ്. സിലിണ്ടറിൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയ എ ആണ്. ഇതിലൂടെ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ, ഇതൊരു ഇൻസൈഡ് വാക്യൂമാണ് കേട്ടോ. അപ്പോൾ ഇതിലൂടെ ഒരു ഇലക്ട്രോമാഗ്നറ്റിക് വേവ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഡെൽറ്റ ടി ടൈമിൽ എന്ത് ചെയ്യും, ഇത് പുറത്തേക്ക് എത്തും. So this is the cylinder, this cross-sectional area is A. When the electromagnetic wave enters here, then it will come out after delta t seconds. അപ്പോൾ delta t seconds കഴിയുമ്പോഴേക്കും ഇത് എവിടെ എത്തും, പുറത്തേക്ക് വരും. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്, ഇതിൻ്റെ ഉള്ളിൽ ഇത് ചിലവാക്കുന്ന സമയം അല്ലെങ്കിൽ ഇതിലൂടെ ഈ എൻട്രി ചെയ്തിട്ട് പുറത്തേക്ക് എക്സിറ്റ് ചെയ്യുന്നതിനിടയ്ക്ക് വേവ് ട്രാവൽ ചെയ്യുന്ന സമയം എന്ന് പറയുന്നത് ഡെൽറ്റ ടി ആണ്. ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ആണ്. ഇലക്ട്രോമാഗ്നറ്റിക് വേവിൻ്റെ വെലോസിറ്റി, പ്രൊപ്പഗേറ്റിംഗ് വെലോസിറ്റി എന്ന് പറയുന്നത് സി ആണ്. അപ്പോൾ നമുക്കറിയാം വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം. അപ്പോൾ ഈ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എത്ര വരിക, വെലോസിറ്റി ഇൻറ്റു ടൈമാണ് വരിക, അതായത് സി ഇൻറ്റു ഡെൽറ്റ ടി. അത്രയും ലെങ്ത്താണ് എന്തുണ്ടാവുന്നത്, ഈ ഒരു സിലിണ്ടറിന് ഉണ്ടാവുന്നത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇതിൽ സി എന്ന് പറയുന്ന വെലോസിറ്റിയിലൂടെ ഒരു ഇലക്ട്രോമാഗ്നറ്റിക് വേവ് എത്തി, ഇവിടെ എത്തി, ബട്ട് ടി 0 ആണ്. And it comes out after a second, delta t seconds. Then the displacement എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതോട്ട് ഇതുവരെയുള്ള ഡിസ്റ്റൻസ്, അത് തന്നെയല്ലേ സിലിണ്ടറിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു വെലോസിറ്റി ഇൻറ്റു ടൈം, സി ഇൻറ്റു ഡെൽറ്റ ടി. അപ്പോൾ സി ഇൻറ്റു ഡെൽറ്റ ടി ആണെന്ത്, ഈ ഒരു സിലിണ്ടറിൻ്റെ ലെങ്ത്ത്, എ ആണ് അതിൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയ. അങ്ങനെയാണെങ്കിൽ വോള്യം എന്താ വരിക, വോള്യം ഈസ് ഈക്വൽ ടു ഏരിയ ഇൻറ്റു ഹൈറ്റ് അല്ല. നമ്മൾ സിലിണ്ടറിൻ്റെ കേസിൽ ഏരിയ ഇൻറ്റു ഹൈറ്റ് ആണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഏരിയ എ ആണ്, അതിൻ്റെ ഹൈറ്റ് ഓർ ലെങ്ത് എന്ന് പറയുന്നത് സി ഇൻറ്റു ഡെൽറ്റ ടി ആണ്. അപ്പോൾ എ സി ഇൻറ്റു ഡെൽറ്റ ടി ആണ് സിലിണ്ടറിൻ്റെ ടോട്ടൽ വോള്യം. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ ടോട്ടൽ എനർജി, ഇവിടെ ഈ ഇലക്ട്രോമാഗ്നറ്റിക് വേവിൽ ഈ ഒരു സിലിണ്ടറിൻ്റെ ഉള്ളിൽ കൺഫൈൻ ചെയ്തിട്ടുള്ള ഇലക്ട്രോമാഗ്നറ്റിക് വേവിൻ്റെ എനർജി എന്ന് പറയുന്നത് എന്താണ് വരിക, ഇറ്റ്സ് എനർജി ഡെൻസിറ്റി. എനർജി ഡെൻസിറ്റിയുടെ എക്സ്പ്രഷൻ യു ആണ് into its total volume, that is energy per unit volume, that is U into its total volume. Total volume എന്ന് പറയുന്നത് A C into delta T. A area cross section ആണ്, C delta T is length. അപ്പോൾ U A C delta T ആണ് ഇതിൻ്റെ ടോട്ടൽ എനർജി കൺഫൈൻഡ് വിത്തിൻ ദിസ് സിലിണ്ടർ. ഈ സിലിണ്ടറിൽ അടങ്ങിയിട്ടുള്ള ടോട്ടൽ ഇലക്ട്രോമാഗ്നറ്റിക് എനർജിയുടെ എക്സ്പ്രഷൻ ആണ് U A C into delta T.
Okay. Now, energy transported by the electromagnetic wave per unit area per unit time. Energy per unit area per unit time. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു യു എ സി ഡെൽറ്റ ടി വിച്ച് ഇസ് ദി ടോട്ടൽ എനർജി കൺഫൈൻഡ് വിത്തിൻ ദാറ്റ് സിലിണ്ടർ ബൈ ഏരിയ പെർ യൂണിറ്റ് ടൈം. അപ്പം എ ഇൻറ്റു ഡെൽറ്റ ടി ഒരു സെക്കൻഡിലത്തെയാണ്. അപ്പോൾ ഡെൽറ്റ ടി ക്യാൻസൽ ചെയ്യാം. പെർ യൂണിറ്റ് ഏരിയ ആയതുകൊണ്ട് ഏരിയകളും ക്യാൻസൽ ചെയ്യാം. അപ്പോൾ യു ഇൻറ്റു സി ആണെന്ത് വരുന്നത് എനർജി ട്രാൻസ്പോർട്ടഡ് ബൈ ദ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് പെർ യൂണിറ്റ് ഏരിയ പെർ യൂണിറ്റ് ടൈം എന്ന് പറയുന്നത്. അപ്പോൾ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ഒരു സെക്കൻഡിൽ ഒരു യൂണിറ്റ് ഏരിയയിലൂടെ പോകുമ്പോൾ അത് ട്രാൻസ്ഫർ ചെയ്യുന്ന എനർജി എന്ന് പറയുന്നത് യു ഇൻറ്റു സി ആണ്. ഓക്കെ, വാട്ട് ഈസ് ദിസ്? എനർജി പെർ യൂണിറ്റ് ഏരിയ, എനർജി ഫ്ലോൺ ഔട്ട് പെർ യൂണിറ്റ് ടൈം പെർ യൂണിറ്റ് ഏരിയ. അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് ദ പോയിന്റിംഗ് വെക്റ്റർ അല്ലേ? സോ ദിസ് ഈസ് ഈക്വൽ ടു എസ്. ദിസ് ഈസ് ഈക്വൽ ടു എസ്, എനർജി പെർ ടൈം പെർ ഏരിയ, ദാറ്റ് ഈസ് energy per time, power per unit area, that is known as pointing vector. Pointing vector UC ആണെന്ന് നമുക്ക് കിട്ടിയിട്ടില്ല. Pointing vector S is equal to U into C. നമുക്കറിയാം എസ് വേവ് ട്രാവൽ ചെയ്യുമ്പോൾ ഉള്ള എസിൻ്റെ എക്സ്പ്രഷൻ എന്താണ്? 1/μ0 E cross B ആണ്. S is equal to 1/μ0 E cross B ആണ്. That is equal to എന്താ നമുക്ക് എഴുതാം? U into C എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ യുവിൻ്റെ എക്സ്പ്രഷൻ എന്താ? എപ്സിലോൺ 0 E0 സ്ക്വയർ കോസ് സ്ക്വയർ കെ സെഡ് മൈനസ് ഒമേഗ ടി പ്ലസ് ഡെൽറ്റ അല്ലേ? സി. അപ്പോൾ പോയിന്റിംഗ് വെക്ടർ എന്താണ്? ഒരു പോയിന്റിംഗ് വെക്ടർ, നെയിം ഈസ് ഇറ്റ്സെൽഫ് ഇൻഡിക്കേറ്റിംഗ് ദാറ്റ് ദിസ് ഇസ് എ വെക്ടർ അല്ലേ? പോയിന്റിംഗ് വെക്ടറിൻ്റെ ഡയറക്ഷൻ എന്താണ്? വേവ് ഏത് ഡയറക്ഷനാണോ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് അത് തന്നെയായിരിക്കും പോയിന്റിംഗ് വെക്ടറിൻ്റെ ഡയറക്ഷൻ. അപ്പോൾ വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഡയറക്ഷൻ നമുക്ക് കെയുടെ കൂടെയുള്ള വേരിയബിൾ നോക്കി അറിയാം. സെഡ് ആണെങ്കിൽ അതാണ് വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഡയറക്ഷൻ. അപ്പോൾ പോയിന്റിംഗ് വെക്ടറിൻ്റെ ഡയറക്ഷൻ എന്തായിരിക്കും? സെഡ് ആയിരിക്കും. അപ്പോൾ സി ഇൻറ്റു ഇവിടെ എസ് പെർ ദിസ് ഇസ് എസ്, സി ഇൻറ്റു യുവിന് പകരം ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എപ്സിലോൺ 0 E0 സ്ക്വയർ കോസ് സ്ക്വയർ കെ സെഡ് മൈനസ് ഒമേഗ ടി പ്ലസ് ഡെൽറ്റ. ഇതൊരു വെക്ടറാണ്. വെക്ടറിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്, പോയിന്റ് വെക്ടറിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന അതേ ഡയറക്ഷനാണ്. ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് ഗിവൺ ബൈ സെഡ് ക്യാപ് അല്ലേ? സി ഇൻറ്റു യു സെഡ് ക്യാപ് ആണെന്ത്? എസ് എന്ന് പറയുന്ന പോയിന്റിംഗ് വെക്ടർ. ഓക്കെ, ഇതൊക്കെ നമ്മൾ കണ്ടുപിടിച്ച എക്സ്പ്രഷനിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ എനർജിയുടെ എക്സ്പ്രഷൻ ആണെങ്കിലും പോയിന്റ് വെക്ടറിൻ്റെ എക്സ്പ്രഷൻ ആണെങ്കിലും അതിലൊക്കെ എപ്സിലോൺ 0 E0 സ്ക്വയർ കഴിഞ്ഞാൽ കോസ് സ്ക്വയർ, കോസൈൻ്റെ സ്ക്വയർ ടേം രണ്ടിലുണ്ട്. യുവിൻ്റെ എക്സ്പ്രഷനിലുണ്ട്, എസിൻ്റെ എക്സ്പ്രഷനിലുണ്ട് അല്ലേ? സോ ദിസ് ഇസ് നമുക്ക് വേണ്ടത് ഇതല്ല, ആവറേജ് വാല്യൂ ഓഫ് എനർജി അല്ലെങ്കിൽ ആവറേജ് വാല്യൂ ഓഫ് പോയിന്റ് വെക്ടറൊക്കെയാണ് നമുക്ക് കൂടുതൽ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് വരുന്നത്. കാരണം ഫ്ലക്ച്വേറ്റ് ചെയ്യുന്ന കൊസൈൻ വാല്യൂ എന്ന് പറയുന്നത് ഒരു ഫ്ലക്ച്വേറ്റ് ചെയ്യുന്ന വാല്യൂ ആണ്. അത് നമുക്ക് അതിനേക്കാളും നമുക്ക് ഇമ്പോർട്ടൻസ് അതിൻ്റെ ആവറേജ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാണ്. അപ്പോൾ ആവറേജ് വാല്യൂ സൈൻ സ്ക്വയർ ആണെങ്കിലും കോസ് സ്ക്വയർ ആണെങ്കിലും ഓവർ എ പീരിയഡ്, ഓവർ എ പീരിയഡ് നമ്മളിത് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ആവറേജ് വാല്യൂ വിൽ ബി ഈക്വൽ ടു 1/2. അതെങ്ങനെയാണ് കിട്ടിയത് എന്നുള്ളതാണ് നമുക്ക് അറിയാവുന്ന കാര്യം. ഇൻ്റഗ്രൽ 0 to t ആവറേജ് വാല്യൂ പറഞ്ഞാൽ ടോട്ടൽ ബൈ ടൈം. അപ്പോൾ ടോട്ടൽ ചെയ്യുന്നത് കോസ് സ്ക്വയർ ആണ്. കോസ് സ്ക്വയർ തീറ്റയുടെ ആവറേജ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം കോസ് സ്ക്വയർ തീറ്റ ഇസ് ഈക്വൽ ടു 1 മൈനസ് കോസ് 2 തീറ്റ ബൈ 2 എന്ന് പറയുന്ന റിലേഷനൊക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് 1/2. അപ്പോൾ ആവറേജ് വാല്യൂ ഓഫ് കോസ് സ്ക്വയർ തീറ്റ ആയിക്കോട്ടെ സൈൻ സ്ക്വയർ തീറ്റ ആയിക്കോട്ടെ ഓവർ എ കംപ്ലീറ്റ് പീരിയഡ് അല്ലേ? ഒരു പീരിയഡിലുള്ള ആവറേജ് വാല്യൂ എന്ന് പറയുന്നത് 1/2 ആണ്. അപ്പോൾ നമ്മുടെ ഈ എക്സ്പ്രഷനിൽ ആവറേജ് വാല്യൂ ആയിട്ടാണ് നമ്മൾ എഴുതുന്നതെങ്കിൽ ഇവിടെ കോസ് സ്ക്വയറിന് പകരം നമുക്ക് എന്ത് എഴുതിയാൽ മതി? 1/2 എന്ന് എഴുതിയാൽ മതി. ഇവിടെ ആണെങ്കിൽ എസിൻ്റെ എക്സ്പ്രഷൻ ആണെങ്കിൽ കോസ് സ്ക്വയറിന് പകരം എന്ത് എഴുതിയാൽ മതി? 1/2 എന്ന് എഴുതിയാൽ മതി. സോ ദിസ് ഇസ് ദി ആവറേജ് വാല്യൂ ഓഫ് എനർജി ആൻഡ് പോയിന്റ് വെക്ടർ യു ഇസ് ഈക്വൽ ടു എപ്സിലോൺ 0 E0 സ്ക്വയർ കോസ് സ്ക്വയറിന് പകരം 1/2 അല്ലേ? 1/2 എപ്സിലോൺ 0 E0 സ്ക്വയർ ആണ് യുവിൻ്റെ ആവറേജ് വാല്യൂ. അതേപോലെ തന്നെ എസിൻ്റെ ആവറേജ് വാല്യൂ എന്ന് പറയുന്നത് നമുക്കറിയാം സി എപ്സിലോൺ 0 E0 സ്ക്വയർ കോസ് സ്ക്വയർ ആണ്. വീണ്ടും കോസ് സ്ക്വയറിന് പകരം 1/2 എന്ന് കൊടുക്കുക. അപ്പോൾ 1/2 സി എപ്സിലോൺ 0 E0 സ്ക്വയർ വെക്ടറാണ്. സോ ഇറ്റ് ഈസ് ഹാവിങ് ദ ഡയറക്ഷൻ z cap. സോ ദിസ് ഇസ് ദി ആവറേജ് വാല്യൂസ് ഓഫ് എനർജി ആൻഡ് പോയിന്റിംഗ് വെക്ടർ. അടുത്ത സെഷനിൽ നമ്മൾ മൊമെൻറ്റം ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് എന്താണെന്ന് പറയും. ദെൻ വാട്ട് ഈസ് മീൻ ബൈ റേഡിയേഷൻ പ്രഷർ, ഇൻറ്റൻസിറ്റി എന്താണെന്നുള്ളതും റേഡിയേഷൻ പ്രഷർ എന്താണെന്നുള്ളതും പറയും. ഓക്കെ, താങ്ക് യു.